വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര KSEB സെക്ഷന്റെ നേതൃത്വത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര പ്രദേശത്തെ തൊഴിലുറപ്പ് കുടുംബശ്രീ തൊഴിലാളികൾക്കായാണ് ക്ലാസ് നടത്തിയത്. വെള്ളിക്കുളങ്ങര ആയുർവേദ ആശുപത്രി ഹാളിൽ നടന്ന പരിപാടി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. നിത്യജീവിതത്തിൽ വൈദ്യുതി കൈകാര്യം ചെയ്യുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. വെള്ളിക്കുളങ്ങര KSEB സെക്ഷനിലെ ഓവർസിയർ AM സുധീർ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KR ഔസേബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീത തോമസ്, CDS പ്രതിനിധി PH ഹസീന തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. പ്രദേശത്തെ നിരവധി കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ജൂൺ 26 തൊട്ട് ജൂലൈ 2 വരെ വൈദ്യുതി സുരക്ഷാ വാരാചരണമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് വെള്ളിക്കുളങ്ങര സെക്ഷന്റെ പരിധിയിൽ വരുന്ന നമ്മുടെ പൊതുജന സുരക്ഷയ്ക്ക് വൈദ്യുതി സുരക്ഷയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അനുദിനം നമ്മള് പേപ്പറുകളിലും ന്യൂസിലും ഒക്കെ വായിക്കാറുള്ളതാണ് വൈദ്യുതി അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അലംഭാവം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഓരോ ദിവസവും മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും ഒക്കെ വൈദ്യുതി അപകടം സംഭവിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇപ്പം ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട 11ാം വാർഡ് മെമ്പർ ശ്രീ ഔസേബ് KR അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ യോഗത്തിന്റെ ഉദ്ഘാടക നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മിനി സതീശൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഗ്രാമീണ വായനശാല സെക്രട്ടറി ശ്രീ ഷാജു കാവുങ്ങൽ അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ വെള്ളിക്കുളങ്ങര സെക്ഷൻ ഓവർസിയർ ശ്രീ സുധീറാണ്. സുധീറിന് പ്രത്യേക സ്വാഗതം. നമ്മള് തന്നെ അംഗമാണല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെയും ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോരുത്തരോടും ഈ അറിവ് പകർന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്ലാസ് എടുക്കാനായി അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ശ്രീ ഔസേബ് KR മെമ്പർ ക്ഷണിച്ചു. സഹോദരിമാരെ, അത് തൊഴിലുറപ്പിൻ്റെതായ സെക്ഷനിലുള്ളവരുണ്ട്, നമ്മുടെ ഇന്നത്തെ വാർഡ് തലത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീനെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ KSEBയുടെ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോഴുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയായിട്ട് നമുക്കറിയാം അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം. അപകടങ്ങളെ കൊണ്ട് നിസ്സാരമായ അപകടങ്ങളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് വലിയ വില നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതിപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മുടെ നിലമ്പതി സാധ്യമല്ല. നമ്മുടെ വായു, വെള്ളം, അതോടൊപ്പം തന്നെ വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ശേഷമാണ് നമ്മൾ അതിനൊരു ഫസ്റ്റ് എയ്ഡോ അല്ലെങ്കിൽ മറ്റു സഹായം ചെയ്യാൻ പാടുള്ളൂ. ഈ മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്. ഇപ്പം ഞാനടക്കമുള്ളവർക്ക് എന്തെങ്കിലും അപകടം ചാടി വീണ് ആളെ രക്ഷിക്കുക എന്നുള്ളത്. ഇവിടെ കോഴിക്കോട് എയർപോർട്ടിലൊരു ഫ്ലൈറ്റ് തീർന്നു. എഞ്ചിനീയർ ക്ലാസ് അവതരിപ്പിക്കുന്ന KSEB ഓവർസിയർ, ഈ മറ്റത്തൂർ ഗ്രാമീണ വായനശാല വെള്ളിക്കുളങ്ങരയുടെ സെക്രട്ടറി ഷാജു കാവുങ്ങൽ, ഇവിടെ എത്തിയ കുടുംബശ്രീ തൊഴിലാളികൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 30 മില്ലി ആംപിയറിന്റെ താഴെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് RCCB 30 മില്ലി ആംപിയർ. അതായത് നമ്മുടെ വീട്ടില് നമുക്കൊരു ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ഓഫ് ആവും, കട്ട് ഓഫ് ആവും. കാരണം 30 മില്ലി കൂടുതൽ ആംപിയർ വൈദ്യുതി ഇതിലൂടെ എർത്തായി പോയി കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. നമുക്ക് അപകടത്തിൽ നിന്ന് ഒഴിവായി കിട്ടാം. നമ്മുടെ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവര് രാവിലെ തൊട്ട് വരെ ഏതാണ്ട് 11 മണി വരെ എപ്പോഴും നനഞ്ഞ കൈകളായിരിക്കും അല്ലേ. കാരണം അടുക്കളയിലെ പണി, പൈപ്പിലെ പണി, അതിനിടയ്ക്ക് തുണികൾ അലക്കണം അല്ലെ. വാഷിംഗ് മെഷീനിലെ തുണികൾ എടുത്തായിരിക്കും അടുക്കളയിൽ വരെ. അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകിക്കാൻ വീണ്ടും വാഷിംഗ് മെഷീൻ തുണിക്ക് പോയാൽ അതിനിടയ്ക്ക് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൈയും കാലൊക്കെ എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കും. ആ നനഞ്ഞ കൈ കൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ സ്വിച്ചുകൾ ഇടാൻ ശ്രമിക്കും. മഴക്കാലത്ത് പല വീടുകളിലെയും വയറിങ് അത്ര ബെറ്റർ ആയിരിക്കാൻ സാധ്യതയില്ല. അപ്പോ സ്വിച്ച് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഷോക്ക് അടിക്കും എന്നുള്ളതാണ്. ഈ അടുത്ത് ഞങ്ങൾ
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉപകരണം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഞാൻ ചെറിയൊരു അനുഭവം വേഗം പറഞ്ഞ അവസാനിപ്പിക്കാം. കനകമല വെച്ചാണ് കുറ്റിച്ചിറ സെക്ഷനിൽ ജോലി ചെയ്യുമ്പോൾ കനകമല വെച്ച് ഒരാൾക്ക് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടകരയിലെയും ചുറ്റുവട്ടത്തെയും നാട്ടുവിശേഷങ്ങൾ അറിയുന്നതിന് ഫേസ്ബുക്കിലെ കൊടകരിയം പേജ് പിന്തുടരാം. യൂട്യൂബിലെ നാട്ടുവാർത്ത കൊടകര മറ്റത്തൂർന്ന ചാനലിലും നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ കാണാം.